ഇന്ന് ഞങ്ങൾ ചക്ക വറുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വറുക്കാൻ പറ്റിയ ഇനമാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ ചക്കയും വറുക്കാൻ പറ്റുകയില്ല എന്നറിഞ്ഞത് ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ. വരിക്ക ചക്കയോ കൂഴച്ചക്കയോ മാത്രമേ വറുത്താൽ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ എന്ന് ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞു തന്നത്. ഇതിനു മുമ്പൊക്കെ കിട്ടിയ ചക്ക ഞാൻ വറുക്കുമായിരുന്നു. അപ്പോഴെല്ലാം വറുത്ത് കഴിഞ്ഞതിന് ശേഷം അത് തണുത്തു പോകും കേട്ടോ. അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ശശിയുടെ എനിക്ക് ചക്ക മുറിച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അരിഞ്ഞെടുത്ത ചക്കയിട്ട് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ച് ഉപ്പുവെള്ളം ആവശ്യത്തിന് എടുത്ത് കലക്കി ഒഴിച്ച് അതിൻ്റെ പത നിൽക്കുമ്പോൾ ചക്ക ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നാടൻ ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ടാവും. ഇത് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്ക് ഉപ്പുവെള്ളം കലക്കി ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ആ ഉപ്പുവെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം വറുത്തെടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം വറുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി, നല്ല അടിപൊളിയായിട്ടുണ്ടായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.